ഹായ്, ഞാൻ ഗ്രേസി. ഇന്ന് ഞാൻ ഉണ്ടാക്കുവാൻ പോകുന്ന റെസിപ്പി ദീപാവലി സ്പെഷ്യൽ ഫുഡ് അനാർസ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് അരി ഇടുക. അതിൽ വെള്ളമൊഴിച്ച് 2 ദിവസം നമ്മൾ വെള്ളത്തിൽ ഇതിനെ ഇട്ട് വെക്കണം. അതിന് ഒരു ദിവസം 2 വട്ടമായിട്ട് കഴുകി ആ വെള്ളത്തെ മാറ്റി കൊടുക്കണം. നമ്മൾ 3-ാമത്തെ ദിവസം അരിയെടുത്ത് നമ്മൾ ഒരു അരിപ്പയിൽ വെച്ച് അതിൻ്റെ വെള്ളം കളയണം. വെള്ളം കളഞ്ഞതിന് ശേഷം അതിനെ നമ്മൾ ഉണക്കണം. അതിനായിട്ടൊരു ടേബിളിലോട്ടൊരു പേപ്പർ വിരിച്ച് ഒരു തുണിയും അതിൻ്റെ മുകളിൽ വിരിച്ച് ഈ അരി അതിൻ്റെ മുകളിൽ വിതറി ഫാനിനടിയിൽ ഒരു അരമണിക്കൂർ ഇട്ടാൽ നന്നായി ഉണങ്ങും. അല്ലെങ്കിൽ ഒരു ഡ്രയർ കൊണ്ടോ അതിനെ ചൂട് പിടിപ്പിച്ചാണെങ്കിൽ നമുക്ക് ഉണക്കാം. ഉണങ്ങിയതിന് ശേഷം അതിനെ നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. അത് ഉണങ്ങിയെന്ന് കാണുമ്പോൾ അതിനെ മിക്സിയിൽ പൊടിക്കുക. നന്നായി പൊടിച്ച് അരിപ്പയിൽ അരിച്ചെടുക്കണം. നന്നായി ഇതിനെ അരിച്ച് എടുക്കണം. നല്ല പൊടിയായിരിക്കണം. അതിനുശേഷം അതിൽ 1/2 ഗ്ലാസ് ശർക്കര പൊടിച്ച് ഇടുക. അതിനെ നന്നായി ഇളക്കുക. നന്നായി ഇളക്കി അതിന് അരിപ്പൊടിയിൽ നന്നായി ചേർക്കുക. അതിനുശേഷം നമ്മളതിനെ മിക്സിയിൽ പൊടിക്കുക. നന്നായി കൂടിച്ചേരാൻ വേണ്ടിയാണ് മിക്സിയിൽ അടിക്കുന്നതിനെ. മിക്സിയിൽ അടിച്ചതിന് ശേഷം അതിനെ ബൗളിൽ വെച്ച് പിന്നെ ഒരു പാത്രം ചൂടാക്കി അതിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. 1 സ്പൂൺ നെയ്യ് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വച്ചിരിക്കുന്ന മാവിനെ അതിലേക്കിട്ട് നന്നായി അതിനെ ഇളക്കുക. ഒരു ചെറിയ കളറ് മാറുന്ന വരെ നമ്മളതിനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുശേഷം ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോഴത്തേന് അതിൽ വെളുത്ത എള്ളും കറുത്ത എള്ളും ഓരോ സ്പൂൺ വെച്ച് ഇടുക. ഇതിനെ നന്നായി ഇളക്കി ഒന്നുകൂടെ മൂപ്പിക്കുക. അതിനുശേഷം അതിനെ ഒരു ബൗളിൽ വെക്കുക. നന്നായി തണുത്തതിന് ശേഷം അതിലേക്ക് ഒരു പകുതി പഴം എടുത്ത് നന്നായി അതിലിട്ട് ഞെരടുക. നന്നായി അതിൽ ഞെരടി ചേർക്കുക. ഇതിനെ നമ്മൾ നന്നായി കുഴയ്ക്കണം. നന്നായി കുഴച്ച് 4 മണിക്കൂർ ഇതിനെ വെക്കണം. 4 മണിക്കൂർ വെച്ചതിന് ശേഷം അതിനെ എടുത്ത് ഒന്നുകൂടെ കുഴച്ച് ചെറിയ ബോളാക്കണം. ബോൾ പോലെ ഉരുട്ടി കയ്യിൽ അതിനെ പരത്തി ഷേപ്പ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് കസ്കസ് എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ കസ്കസിലോട്ട് അതിനെ മുക്കി ഒരു പ്ലേറ്റിലോട്ട് വെക്കുക. എല്ലാം കസ്കസി മുക്കി വെച്ചതിന് ശേഷം പാത്രം ചൂടാക്കി
എണ്ണയിൽ ഇതിനെ ഇട്ട് ഇതിനെ ബ്രൗൺ കളർ ആകുന്ന വരെ ഇതിനെ മൂപ്പിക്കണം. തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ബ്രൗൺ കളർ ആകുമ്പോൾ അതിനെ കോരിയെടുക്കണം. ഇത് നോർത്ത് ഇന്ത്യയിൽ എല്ലാ വീട്ടിലും ദീപാവലിക്ക് സ്പെഷ്യലാണിത്. ഇതുണ്ടാക്കുന്നതാണ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അരിയുടെ ഒരു പച്ചപ്പും ഒക്കെ വരും ഇതിൽ. നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ഒടിക്കുമ്പോൾ തന്നെ. കഴിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണേ. എൻ്റെ ഈ സ്പെഷ്യൽ ദിവാലി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.